രാവിലെ എന്നെ കണി കണ്ടത് ടെഡി ബിയറിന്. കണ്ണ് തുറക്കുമ്പോ എന്നെ കണ്ടോണ്ട് ഞാൻ പേടിച്ചു. ഇഞ്ഞ പണിയെടുക്കുമ്പോ രാവിലെ തന്നെ ഞാനും സഹായിച്ചു. ഞാൻ മഫിട്ടിനാകുമ്പോ തിളങ്ങുന്ന കണ്ട. ഇന്ന് നമ്മളെ പരിക്കേക്ക് സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നോണ്ട് കുറച്ച് എണ്ണക്കടിയെല്ലാം ആക്കുന്നു. അതുകൊണ്ട് തന്നെ ഇഞ്ഞാവും ബാപ്പാവും ഉമ്മാവും ഇച്ചാവും ഞാനും എല്ലാരും ഒരേ ഒരു തിരക്കായി നിറച്ചതെല്ലാം ഇവിടെ പൊരിപൊരി. അങ്ങനെ ഒടുവിൽ എണ്ണക്കടിയെല്ലാം റെഡിയായി അവർക്ക് കൊടുത്തും ചെയ്യും. ഇന്ന് നമ്മളെ കാസർഗോഡ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്വന്തം ഹനാൻ ഷാ. ഇത്രയും നല്ലൊരു ഓഫർ പിന്നെ കിട്ടിയില്ലല്ലോ വിചാരിച്ചിട്ട് ഞാനും മുഫീദിക്കാവും പോയി കാസർഗോഡ്. ആടെത്തുമ്പല്ല റബ്ബിലിസത്തായ തമ്പുരാനെ എന്തൊരു തിരക്ക്. കണ്ണ് തള്ളിപ്പോയിന്ന് പോലും പറയാൻ കഴിയ. അതിന് തള്ളിയ കണ്ണിന് പോലും നിക്കാൻ ജാഗില്ലാന്ന്. അങ്ങനെ എങ്ങനെയല്ലോ ടിക്കറ്റ് എല്ലാം കാണിച്ച് ഉള്ളിലേക്ക് എത്തിയിട്ടാ ഞാൻ ഞെട്ടിയത്. ഒപ്പിച്ചാവും ഞാനും അമ്പർ. എന്റെ അമ്മോ കാസർഗോഡ് മൊത്തം ഇളകീന്ന് തോന്നുന്നു. കാണുന്നില്ല ഗൈസ്. കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിപ്ലൈ വേണം. അങ്ങനെ കാത്തു നിന്ന് അനാൻസ് എത്തി. ഡെക്കറേഷൻ അതിഗംഭീരായി. ഫുള്ള് ബെഡിയും പോകാൻ. അങ്ങനെ പോപ്പറിന്റെ കഷ്ണം നമ്മളെ മേത്തു. അക്കും മുപ്പി ചാക്കും സന്തോഷായി. നമ്മുടെ സന്തോഷിക്കുമ്പോ പുറത്ത് ജോറായ കൊറേ ആള് ബോധം കെട്ട് വീണു. ഹനാൻ ഷാ വരെ പാടുന്നതിനിടക്ക് കീഞ്ഞു പാ. അണ്ടി മുപ്പിച്ചാണ്ടി കാലിന്റെ നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് നമ്മ സ്ഥലം കാലിയാക്കി. മുപ്പിച്ചാക്ക് എടിയോ ഒന്ന് കൊണ്ടിന് തോന്നുകൊണ്ട് എന്റെ മുപ്പിച്ച നല്ല ചൂട് ചായയും ബർഗറും മേടിച്ചു. എന്നിട്ട് പെരക്ക് പോകുന്ന വഹിക്കുന്നത് ദുബായ് ഹോട്ടലിൽ നിർത്തി. തല നല്ല ചൂടുണ്ടായിന്. തണുപ്പിക്കാൻ നല്ല സോഡാ സർവത്ത്. ഇപ്പൊ ഹൈറായി. പീച്ചാക്ക് സമാധാനവും. പെരക്ക് പോകുമ്പോ ഗസ്റ്റിനാക്കിയ നല്ല അയക്കൂറ ബിരിയാണി ഉണ്ടായി. അതും കഴിച്ചിലാക്കി. അപ്പൊ ബാക്കി നാളെ